കത്തിയൊക്കെയായിട്ടാണല്ലോ. യെസ്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് കുഞ്ഞൊരു ഈവനിങ് റൊട്ടീൻ ഒന്നും പറയാൻ പറ്റില്ല, ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാന്ന് ഓർത്ത് നമ്മൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വ്ളോഗ്. അപ്പൊ ഇന്ന് വൈകിട്ടായപ്പോ ആച്ചുക്കളി ആ ബെഡ്ഷീറ്റ് മടക്കി വെച്ചില്ലേ ഷോ ഇല്ലെന്ന്. സോറി ഗൈസ്, വീട്ടിൽ ഇങ്ങനെയൊക്കെ ഇരിക്കട്ടെ വിശേഷങ്ങളൊക്കെ കാണിക്കുമ്പോ. അപ്പൊ ഞങ്ങക്ക് അടാന്നല്ലേ ഇരിക്കാന് പറയണേ, വടേ എണ്ണയട കഴിക്കാൻ വേണ്ടി പൂതിയായി ഗൈസ്. അപ്പൊ അത് ഉണ്ടാക്കണെങ്കില് മോനിക്ക് വേണ്ടല്ല, കൊതിയാ അത് കൊള്ളാം. ഇവിടെ ഭയങ്കര ബഹളം. ഭാവന സിറ്റൗട്ടിലേക്കോ. അപ്പൊ ഞങ്ങൾ അടുത്ത വീട്ടിൽ പോയി എണ്ണ പറിക്കാൻ വേണ്ടി ചെറിയ കത്തി വലിയ കത്തിയൊക്കെ ആയിട്ട് പോണേണ് അല്ലേ ഇരിക്കാം. വായിരിക്കാം, അവരോട് ചോദിക്കണ്ടേ? ഞാൻ ഇല്ല ധരിക്കാവാ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ധരിക്കാക്കായിരിക്കും കുറെ കൂടി അടിപൊളി. ഇത് പൊട്ടിക്കാം. ചോദിക്കണ്ടേ? അയ്യോ ഇല്ല, അപ്പുറത്ത് ജനാലോർന്നിരിക്കണ്ട്. വാ നമുക്ക് ചോദിച്ചു നോക്കാം. ഇതൊക്കെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള തൊട്ട് ഫ്രണ്ടിലെ വീടാണ് കേട്ടോ. ഞങ്ങൾ മിക്കപ്പോഴും അവിടെ ആ വീടാണ് ചേർത്തെ, ഞങ്ങളുടെ ശാന്തമാമന്റെ വീടാണ്. അവിടെ നിന്ന് എപ്പോഴും പറിക്കണം. ഇപ്പൊ ഒരു ചേഞ്ചിന് വേണ്ടി ഇപ്പുറത്ത് ചോദിച്ചു നോക്കാം. കത്തിയൊക്കെ ആയിട്ട് കാണുമ്പോ അഞ്ചിനെ പേടിക്കോ, ബാക്കി പിടിച്ചോ. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹലോ, അപ്പ ചാടി പുറത്തിറങ്ങാനല്ലേ അവന്. ബോറടിക്കും പിള്ളേർക്ക്, ഇവിടെ കളിക്കാൻ സ്ഥലമില്ലല്ലോ. ഏതായിരിക്കാം ഇതുപോലെ അത് മതിയാ, അത് കീറിയിരിക്കണ. ഞാനാ എവിടെ അഞ്ചിന് അത്ര വലുതൊന്നും വേണ്ട വരുന്നത്. എന്താ അറിയോ, അതെ ഒരു വയറിന്റെ അപ്പുറം ഇരിക്കണത്. അഞ്ചിനെ കൈ നോക്കട്ടാ, കൈ നോക്കണേ. എന്താടാ തേങ്ങ? ഓക്കെ, താങ്ക് യു. മതി അഞ്ചിന്റെ പകുതിയൊക്കെ എടുക്കുള്ളൂ, അല്ല പൂതിക്കൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ്. ഓക്കെ ട്ടാ, താങ്ക് യു. കിട്ടിയിട്ടുണ്ട്. ഞാൻ ആരോ പറഞ്ഞേ വാഴല ഇങ്ങനെ ഇത്ര വലുതായ പാടെ വീട്ടിൽ കയറ്റരുതെന്ന്. നമ്മുടെ വ്ളോഗില് 2 കത്തിന്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ലായിരിക്കാം. അന്ന് നമ്മള് കുഞ്ഞിക്കത്തി കൊണ്ടിട്ട് അതില് പറ്റില്ല, അവന് 2 കത്തി. ആ ഒരു കമന്റ്. അപ്പൊ നമ്മള് കുഞ്ഞു കഷ്ട ഇതില് പകുതിയാക്കി ഇനി ഒരു ഐഡിയ ഇട്ടൂല. ഇത് കുഴപ്പമില്ലായിരിക്കാം. വാഴലച്ചോറ് പിന്നെ ഇങ്ങനെ ഇരിക്കുന്നതാണ്, വാഴലച്ചോറും ഇതൊക്കെ ആയിട്ട്. ഉമ്മാരെ എന്തെടുക്കണേ കാണിച്ചു കൊടുത്തേ. എന്താടാ അത് PS5 ഇപ്പൊ ഏബിളിനെ കാണിച്ചു കൊടുത്തേ. കാണിച്ചു കൊടുക്ക ഏബിളിനെ. ഒരു മിനിറ്റ് അവന് വിളിച്ചു. ഏബിൾ ഹായ് പറഞ്ഞേ. എന്റെ അനിയമ്മന്റെ ഫ്രണ്ട് കുഞ്ഞ ഒരു ഹായ് പറ. കുഞ്ഞ ആച്ചുക്കളി ഒരു ഹായ് പറഞ്ഞേ. ഓക്കെ, ഇതൊക്കെയാണ് ഇവരെ ഹായ് ഒക്കെ. ഇതിലും നല്ല എന്റെ ഹായ് അല്ലേ ഗൈസ്. ഞാൻ അവർക്ക് സിൻസിയർ ആയിട്ടെങ്കിലും ഹായ് പറയും. പിന്നെ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, അവർക്ക് ഇതിനോടൊന്നും ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും. ഇതിന് എന്തെങ്കിലും ടൈം എടുക്കുമോന്നൊക്കെ ചോദിച്ചാ ചെലപ്പോ എടുക്കുമായിരിക്കും. ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. മൂന്തോ നമ്മ എന്താ ഉണ്ടാക്കാൻ പോണെന്ന് പറഞ്ഞല്ലേ? പറഞ്ഞ. അപ്പൊ നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പാണ്
ഓ സ്റ്റെപ്പ് അട ഉണ്ടാക്കണോന്ന് ഞങ്ങൾക്ക് പറയണല്ലോ കേട്ടോ. എന്റെ വേറെ ടൈപ്പ് കടയായിരിക്കും. ഇത്രയും വെള്ളത്തിലേക്ക് ആവശ്യം ഉണ്ടോ? ഞാൻ 1/2 kg നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ ലൈറ്റ് സ്പീഡിൽ കാണിക്കാട്ടെ. ഇരിക്ക കാണുമെങ്കിൽ ബോറടിക്കണ്ടല്ലോ. തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് തേങ്ങ ഇരണ്ടല്, പാത്രം കഴുകല്, പിന്നെ അലക്കല്. ഈ 3 ജോലി എനിക്ക് ഇഷ്ടമല്ല. ബാക്കി കുക്കിംഗ്, ക്ലീനിങ് എല്ലാം അടുക്കി പെറുക്കി വെക്ക. പിന്നെ എന്തായിരിക്കും എനിക്ക് ഇഷ്ടമുള്ളത്? അതെ, എപ്പോഴും ഇപ്പൊ ഇരിക്കണ പൊസിഷന് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ ഈ വീട്ടിലേക്ക് വന്നതിനപ്പോ നമ്മള് മൊത്തത്തില് കുറച്ച് ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈപ്പിലാണ് നമ്മൾ റൂം ഡെക്കർ അല്ല അറേഞ്ച് ചെയ്തത്. അതായത് വാർഡ്രോബ് അവിടെ തന്നെ ഫിക്സ്ഡ് വാർഡ്രോബാണ്, ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പണ്ട് അലമാരയും കട്ടിലൊക്കെ ആയിരുന്നപ്പോ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ? ഞാൻ കയ്യില് പിടിച്ചിട്ട് കറക്കും. എനിക്ക് ഓഫീസിൽ പോകുമ്പോ ചിലപ്പോ അലമാര ഇവിടെ, കട്ടിലിവിടെ ഇരിക്കും. എനിക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതാര് മാറ്റി? ആര് മാറ്റും? ഞാൻ തന്നെ. അപ്പൊ ചെറുതായിട്ട് ഞാൻ ബാഹുബലിയൊക്കെ ആവാറുണ്ട്. ഇപ്പൊ അത് പറ്റാറില്ല. അതുകൊണ്ട് ഞാനിപ്പോ ഈ റൂമില് ഒന്നും മാറ്റാൻ പറ്റാത്ത ഫ്രിഡ്ജ് കുറച്ചാളിപ്പുറമായിരുന്നു, പിന്നെ അങ്ങോട്ട് കൊണ്ട് ഈ ടേബിള് മാറ്റി തിരിച്ചിടൂലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അങ്ങനെയുള്ള കുഞ്ഞു കുൽസിത പ്രവൃത്തികളൊക്കെ എന്റെ കയ്യിലുള്ള കേട്ടാ. എനിക്കുണ്ടത് എന്റെ രണ്ടാമത്തെ കാക്കുണ്ട്. എന്റെ കാക്ക അങ്ങനെയല്ലേടോ, എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അയാള് ഞായറാഴ്ച ദിവസങ്ങളിലെ അയാളെ പണിയാ. ഉപ്പാന്റെ ചെരുപ്പ് ക്ലീൻ ചെയ്ത് കഴുകി വെക്കാം. ഞങ്ങളെ ഫ്രണ്ട് ഓസ് അടിച്ചിട്ട് കഴുകുക, കാറ് കൊണ്ടുവന്ന് ഫ്രണ്ടിലിട്ടിട്ട് കഴുകുക. പിന്നെ എല്ലാരും ഞായറാഴ്ച ദിവസങ്ങളിലായിരിക്കും അതിന് കാറൊക്കെ കഴുകണത്. പിന്നെ എല്ലാരും വീട്ടിലെ വിശേഷവും വിഷു ദിവസങ്ങള്, ഫെസ്റ്റിവൽ ഡേയ്സ് ഒക്കെ വരുമ്പോ എല്ലാരും ഒരുമിച്ചൊക്കെ ആയിരിക്കില്ലേ, നല്ല രസമായിരിക്കുമല്ലേ വീട്ടിലൊക്കെ. ഇൻഷാല്ല എന്റെ വീട്ടിലും എല്ലാരും കൂടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു വ്ലോഗ് എടുത്ത് കാണിച്ചു തരാട്ടോ. എനിക്കാക്കാം സെൽഫി വീഡിയോ എടുത്തേ. ഒന്നോ ഞാൻ വേർത്ത് കുളിച്ചിരിക്കാം. എനിക്ക് പിടിക്കാൻ പറ്റുള്ളൂ. പിടിക്കാൻ പിടിക്കും. ഞാൻ നീ സെൽഫി എടുക്കാൻ പറഞ്ഞു. ഇവിടെ നോക്കണോ? തെക്കേ സൈഡ് ഇവിടേക്ക് ഇരിക്കും. ഭയങ്കര ചൂടുണ്ടായിരിക്കും. വാട്ടർ ഹോട്ട്. നമ്മളെ കൊച്ചിയിൽ ഇപ്പൊ നല്ല ചൂടുണ്ട്. എല്ലാരും നാട്ടില് ചൂടൊക്കെ ഉണ്ടാ? ചൂടല്ലേ മുന്നേ? പിന്നെ ചൂടാ, നല്ല ചൂടാ. ഞാനൊക്കെ ചൂട് വരുമ്പോഴൊക്കെ അറിയാം ഇവിടെയാണ് ചൂടെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇവിടെ നല്ല ചൂടൊക്കെ ഉണ്ട്. എല്ലാരും നാട്ടിലെ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട്, വെക്കേഷൻ എങ്ങനെയുണ്ട്? ഫസ്റ്റ് തന്നെ എല്ലാവരും ചോദിക്കട്ടെ, വെക്കേഷന് ട്രിപ്പൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയാ, അല്ലെങ്കിൽ വീട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീട്ടുകാർ പോയി വന്നൊക്കെ ഇരിക്കണ ഒരു ടൈം ആയിരിക്കില്ലേ? പക്ഷെ എന്റെ മക്കൾക്ക് സത്യം പറഞ്ഞാൽ ബോറടിയാണ്. ഇപ്പൊ അതിന് ബോറടിച്ച് TV കണ്ട് ഇപ്പൊ TVന്റെ ഫ്രണ്ട് വരെ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ അതിന്റെ ഉള്ളിൽ കയറണമെന്നൊന്നും എനിക്കറിയില്ല. അതാണല്ലേ അറ്റത്ത് പോയിരിക്കണം. കഴിഞ്ഞ ദിവസം ഞങ്ങള് കണ്ടുമുട്ടിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ധരിക്കാക്ക കണ്ടുമുട്ടിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പൊ അതില് ധരിക്കാൻ പറഞ്ഞല്ലോ, ഇരിക്കാ ഒറ്റക്കാണ് കല്യാണം നടത്തിയാന്ന്. അപ്പൊ ധരിക്കാന് ഇതേതൊരു കമന്റ് വന്നിട്ടുണ്ട്. ആ കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എല്ലാരും ഒരു കല്യാണം വരുമ്പോ കൂടുതലും മോസ്റ്റ് ഓഫ് ദ പീപ്പിളും ഡിസ്കസ് ചെയ്യണത് പെണ്ണിന്റെ വീട്ടിലെ സൈഡായിരിക്കും. അവര് സ്വർണ്ണം എടുക്കണം, ഡ്രസ്സ് എടുക്കണം, കല്യാണ ചെലവ് 3-4 ദിവസത്തെ. ഇത് തന്നെ സെയിം ഒരു ചെക്കൻ്റെ വീട്ടും ഉണ്ട്. പക്ഷെ അത് ശരി. ആ കമന്റ് വായിച്ചപ്പോഴാണ് ഞാനും അതിനെ പറ്റി ആലോചിക്കുന്നത്. നല്ല ചെലവാ. കാരണം എന്റെ വീട്ടില് സെയിം അങ്ങനെ തന്നെ കല്യാണം നടന്നിട്ടുണ്ടല്ല. എന്റെ കല്യാണം നടത്തിയപ്പോ മോര് എന്റെ മോളെ ഇറങ്ങിപ്പോയത് അറിഞ്ഞും കൂടി ഇല്ലാന്ന് പറയും. അതിനു വേണ്ടി എന്റെ 2 ആങ്ങളമാരെ കെട്ടിച്ചപ്പോഴാണ് അവര് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് പറഞ്ഞു, ഒന്നോ ചെക്കന്മാരെ കല്യാണത്തിന് എന്തൊക്കെ കാര്യങ്ങളായി ഉണ്ടാകും. എനിക്ക് എല്ലാം ഒറ്റക്ക് ചെയ്തല്ലേ. ഉമ്മ എന്ത് ചെയ്യുന്ന അറിയോ, മഹർ അവരെ കൊണ്ട് തന്നെ വാങ്ങിപ്പിച്ച് ഇക്കാക്കന്മാരെ കല്യാണത്തിന്. ഉമ്മ പറഞ്ഞു മഹർ നിങ്ങൾ തന്നെ വാങ്ങിക്കണോന്ന് പറഞ്ഞു. ബാക്കി കല്യാണ ചെലവൊക്കെ ഉപ്പയും ഉമ്മയും കൂടി. അതായത് ഉമ്മാക്ക് ജോലിയൊന്നുമില്ല കേട്ടോ. പക്ഷെ ഉപ്പാന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു മാനേജറാണ് എൻ്റെ ഉമ്മ. ഉമ്മക്ക് ഭയങ്കരമായിട്ടും മണിയൊക്കെ മാനേജ് ചെയ്യാനൊക്കെ അറിയാം. മീൻസ് കാശൊക്കെ മാനേജ് ചെയ്യാനൊക്കെ അറിയാം. അതിന്റെ 7 അയലൊക്കത്ത് പോവാത്ത ഒരാളാണ് ഞാൻ.
ഞാൻ കാശ് എങ്ങനെ കളയുമെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ അല്ലെ ഇരിക്കാം. ഇടയിൽ എടുത്തു വെക്കാനോ സേവ് ചെയ്യാനോ എനിക്കറിയില്ല. മറ്റേ പഞ്ചാബ് വയസ്സിൽ പറയല്ലേ ഇവൻ തൊട്ടാ കാശ് പോകാന്ന് പറയില്ല, അതുപോലെ റിൻസിയാണ് പുറത്തിറങ്ങി. അങ്ങനെയൊന്നുമില്ല ഏറെക്കുറെ. ഇതിപ്പോ ഞാൻ ഈ കമന്റ് ചെയ്യാൻ എല്ലാവരും വീട്ടിൽ നിന്ന് കേട്ടിട്ട് മടുത്താണ്. ഇത് ഇവിടെ വന്നിരിക്കാൻ പറയുമ്പോ വീട്ടുകാരും പറയാറുണ്ടല്ലേ. അതെ, എനിക്കതൊരു പുതുമയായിട്ട് തോന്നാറില്ല. ഞാൻ എന്റെ വീട്ടിൽ ചെല്ലുമ്പോ തന്നെ അതേ വന്നിട്ട് അടുത്ത ഓരോ സാധനങ്ങളായിട്ട് തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ എന്റെ കാക്കുമാർ അതൊക്കെ ചെയ്തു തരൂട്ട്, പാവങ്ങളാണോ എന്റെ ഞങ്ങന്മാർക്ക്. അങ്ങനെ ഞാൻ ഇങ്ങനെ പക്ഷെ പറയും, അങ്ങനെ എന്നോട് അങ്ങനെ പറയാറില്ല. പറയും അവരെന്ന് പറഞ്ഞാൽ 3 ടീമുണ്ട് അവിടെ നോക്കാനായിട്ട്, മനസ്സിലായ? 3 പേരും കൂടെ ഷെയർ ചെയ്ത ചെറിയൊരു എമൗണ്ട് ആവുള്ളൂ. ഇത് വെറുതെ പിള്ളേട്ട് പുറത്തിറങ്ങിയാണ്ടല്ലോ നല്ല ചെലവാ. അപ്പൊ നമ്മെന്താ പറഞ്ഞിരുന്നു? നമ്മളിപ്പോ എന്താ പറഞ്ഞോണ്ടിരുന്നത്? കല്യാണ ചെലവിന്റെ കാര്യം പറഞ്ഞ അതെന്താണ്? അതൊന്നുമില്ല, അത് കഴിഞ്ഞ്. കല്യാണ ചെലവ് ആണുങ്ങൾക്കും ഭയങ്കര ചെലവാണ്ട. എല്ലാരും ഒന്ന് അത് അറിഞ്ഞ് പ്രവർത്തിക്കാം പെണ്ണിന്റെ വീട്ടുകാര്. നല്ല ചെലവുണ്ട് മക്കളെ, അടിപൊളിയാ. പണിയിലേക്ക് കയറട്ടെ. ഓക്കെ, കട്ട്. പൊടി ഇട്ടാ ചേച്ചി വെള്ളം കൂടിപ്പോയി തോന്നുന്നു. ആണാ? അത് കോരിക്കളയാൻ പറ്റൂല. നോക്കിയില്ലേ പണിയാവോ? അടപ്രഥമനാവോ ഇനി? കഴിഞ്ഞ ദിവസം ധരിക്കാൻ എന്റെ അമ്മായിയോട് വന്നിട്ടുണ്ടായി ഇല്ലേ? അപ്പൊ തന്നെ പോയി. അമ്മായിന്റെ വ്ളോഗിലൊക്കെ കാണിക്കുക അമ്മായിന്റെ ഫുഡൊക്കെ തിന്നാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. അമ്മായിക്ക് നേരമില്ല, അത്രയും ബിസി ഷെഡ്യൂൾ ചെയ്തിട്ടാ അവര് വന്നതൊക്കെ. ഇന്ന ടൈമിൽ ഇവിടെ ഇത്ര നേരം ഇവിടെ ഇരിക്കുക, ബാക്കിയുള്ള ടൈം അപ്പുറത്ത് പോവാ. പക്ഷെ ഇവിടെ വന്ന് ഞാൻ പിടിച്ച് വിടാറില്ല. ഒരു ദിവസം വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നത് അബദ്ധം വിടാനുള്ള അവസാനം, അതാണ് എന്നെ വിളിച്ചു വരുത്തിയാണ് വിട്ടത്. എനിക്ക് എവിടെയും പോലെ കൊറേ വർത്താനൊക്കെ പറഞ്ഞിരിക്കണം, വിശേഷങ്ങൾ തന്നെ പറഞ്ഞ്. അത് എപ്പോഴെപ്പോഴൊക്കെ കാണണമെങ്കിൽ ഓക്കെയാണ്, നമുക്ക് വന്ന് ചായ കുടിച്ച് അപ്പൊ തന്നെ പോവാം. എല്ലാ കാലത്തും കാണുന്നവർ ഈ ചായയും കുടിച്ച് ഓക്കെ ബൈ എന്നും പറഞ്ഞ എങ്ങനെ പറഞ്ഞോളൂ, ജസ്റ്റ് വരാം. കൊറേ വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുക. ഞങ്ങള് എന്റെ ഉമ്മാന്റെ ഫാമിലിയില് ഞങ്ങളെല്ലാരും കൂടുമ്പോ ധരിക്കാക്ക പറഞ്ഞ എന്താ അറിയോ, നിങ്ങൾക്കൊരു മുറി എടുത്ത് നിങ്ങൾ ടൂറൊക്കെ പോണത് വല്ല മുറി എടുത്തിട്ട് എല്ലാരും കൂടി ഒരു ഭാഗത്തിരിക്കാം. ടൂർ പോയ ബാംഗ്ലൂരൊക്കെ പോയിക്കുന്ന ഒരു മുറി എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ കഥ പറഞ്ഞു. പക്ഷെ അത് നല്ല രസമാണ് ഇരിക്കാ, സംഭവം രസമാണ്. ടൂർ പോയിക്കാ ഇപ്പൊ വെള്ളം കുറഞ്ഞ വെള്ളം ഇത് ധരിക്കാൻ കൊണ്ട് ഇത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇതിപ്പോ എന്ത് ചെയ്യുന്നറിയോ, ഓടി ഇതേ ഇപ്പൊ ശരിയാക്കി തരാം. ഇവള് കുക്കിംഗ് വീഡിയോ എടുത്തേനാണ്ടല്ലോ അന്നേ ഏറ്റവും കൂടുതൽ ലേറ്റ് ആകും, കാരണം ഇവിടെ പയറടിയും ഫുഡ് ഉണ്ടാക്കലും കൂടി. എല്ലാരും എന്നോട് ചോദിക്കല്ലേ ഇത്രയും ഫുഡൊക്കെ നിങ്ങൾക്ക് ഉച്ച സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കണം. അങ്ങനെയൊക്കെ നമ്മള് ഒരു ദിവസം ഫുഡൊക്കെ ഉണ്ടാക്കണത് ശരിയാണ് കേട്ടോ. എല്ലാവർക്കും നല്ല ഡൗട്ട് ഉണ്ടെന്ന് മനസ്സിലായി. കാരണം എന്നെ പേഴ്സണലി അറിയാവുന്ന എൻ്റെ ദീദിമാര്, എൻ്റെ കസിൻസ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാരും എന്നോട് ചോദിക്കണേണ് മീൻസ് നീ ഇത്ര ഫുഡ് ഒറ്റക്ക് വീട്ടിലുണ്ടാക്കുമെന്ന്. ഫുഡൊക്കെ ഞാൻ ഒറ്റക്ക് തന്നെ കഴിച്ച് ഉണ്ടാക്കണം, പിന്നെ അതെനിക്കൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇന്ന സമയത്ത് കഴിക്കുമെന്ന് മാത്രം ആരും ചോദിക്കരുത്. ചിലപ്പോ ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾ വൈകിട്ടായിരിക്കും കഴിക്കണം. 4 മണി വരെയൊക്കെ പോവായിരിക്കാം. 4 വരെയൊക്കെ സമയം പോകും. ഇത്ര സമയമൊക്കെ എടുക്കും. അത് ഈ അതായത് വ്ളോഗ് ചെയ്ത് ഫുഡ് എടുക്കും. എനിക്ക് ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനേ അറിയുള്ളൂ. ഒന്നിൽ ഞാൻ വർത്താനം പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ ഞാൻ കുക്ക് ചെയ്യും. ഏതെങ്കിലും ഒന്ന് നടക്കണോണ്ടായിരിക്കും. രണ്ടും ഇഷ്ടമുള്ള വിഷയം, പക്ഷെ ഒരുമിച്ചുകൊണ്ടാൻ പറ്റുള്ള. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോ അച്ചു പാവന്റെ മോള് പറയണ എന്താ അറിയോ, ഉമ്മി വ്ളോഗ് എടുക്കാൻ വേണം, ഇന്നിത് എപ്പൊ കിട്ടാനാന്ന് പറഞ്ഞോണ്ട് അവൾക്ക് ദേഷ്യം പിടിക്കും. കാരണം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് മക്കളും ഇനി ചെറിയ ഇതില് വെള്ളമൊക്കെ ഒഴിക്കുമെന്ന് എനിക്കറിയാം. ചെളിച്ച് വെള്ളം ഒഴിച്ചാലായിരിക്കാം. വെള്ളം ഒഴിക്കില്ല അല്ലേ? വെള്ളം ഒഴിച്ചാണോ അടി പിടിക്കണ്ടോ? അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടേ പാടി ഇടൂലേ? എനിക്കറിയില്ല. നിനക്കറിയാത്ത ഞാൻ പഠിക്കാനി അത് കൊള്ളാല്ല. ഇത്രയും വലുതായ എനിക്കൊന്നും അറിയൂല. എനിക്കറിയണോ കുക്കിങ്ങിനെ പറ്റിയല്ലേ? എനിക്ക് ഇത്രയും ശർക്കര വേണ്ടി വരും. സ്റ്റീൽ പ്ലേറ്റ് എടുത്തായിരിക്കും.
എനിക്ക് തോന്നണേ ഗൈസ് ഇത് ഇങ്ങനെ ഉണ്ടേ പാടി ഇടാൻ പാടില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ ഇരിക്ക. അപ്പൊ നമുക്കിത് പുറത്തെടുത്തൊന്ന് ഞാൻ പൊടിക്കട്ടെ. തന്നെ പിന്നെ ഇത് ഇങ്ങനെ ഇടാൻ പാടില്ല. കമത്താനില്ല, വെള്ളം തെറിക്കൂലേ. തെറിച്ച് പണിയാവുന്നുണ്ട്. ഇതിലിടിക്കാലാ. ദേ ഇത്ര ഉള്ളു കാര്യം. ഇത് പൊട്ടിയൂലെന്ന് പറഞ്ഞ ഇരിക്കുന്ന ശർക്കരയാണല്ലോ. ഓ അട ആദ്യമായിട്ട് ഉണ്ടാക്കണതിന്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ട് കേട്ടാ. കാരണം ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ഇപ്പൊ അട ഉണ്ടാക്കാൻ വേണ്ടി നിന്നത്. ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ താഴത്തുമ്മാൻ്റെ അവിടെ താമസിക്കുമ്പോ താഴത്തുമ്മയുണ്ട് എൻ്റെ ഉമ്മയുണ്ട്. ഞാൻ ഇവർ രണ്ടുപേരും മാറി മാറി ഓരോ കാര്യത്തിനും, അതായത് ഓരോ സ്റ്റെപ്പ് A to Z എല്ലാത്തിനും ഇങ്ങനെ ഉമ്മ അടുത്തെന്താ അടുത്തത് ഇങ്ങനെ ചോദിച്ചേ ഉണ്ടാക്കുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞപ്പോ നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. ശരിക്കും ഹെൽപ്പ് എന്താന്നാ വേണ്ടി വന്നത്. ഞാൻ ആദ്യം ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കോളാന്നൊക്കെ പറഞ്ഞത്. പക്ഷെ പൊടി കുഴക്കണ സമയത്ത് ശർക്കര ഇങ്ങനെ അടി പിടിക്കണം ചെറുതായിട്ട്. അപ്പോൾ ഒരിക്കൽ അവിടെ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ചെയ്യും. അങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു പാർട്ട്ണർഷിപ്പിലാണ് പിന്നെ നമ്മൾ മുമ്പോട്ട് ഈ സ്റ്റെപ്പ് എല്ലാം ചെയ്തത്. പക്ഷേ പ്രോസസ്സൊക്കെ കുറച്ച് ടഫായിട്ടൊക്കെ തോന്നും. പക്ഷെ അടിപൊളിയാന്നിട്ടാ. ഒരുമിച്ചൊക്കെ നിന്ന് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്ത് ജോലിയും വലിയ പണിയാണെങ്കിലും അത് എളുപ്പമായിട്ട് തോന്നുമെന്നും അറിയൂലേ. ഈ കശുവണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാൻ വെറുതെ ഡെക്കർ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇട്ടാണ്. പിന്നെ ഇത് എൻ്റെ നാത്തൂൻ ഏലക്ക ഇങ്ങനെ പൊടിച്ച് വെക്കും അവളെപ്പോഴും. അപ്പൊ ഇക്കാക്ക് എവിടെയെങ്കിലും വർക്കായിട്ട് എന്തിനെങ്കിലുമൊക്കെ മൂന്നാറ് കാര്യങ്ങളൊക്കെ പോയി വരുമ്പോൾ കുറേ ഏലക്ക വാങ്ങിച്ചിട്ട് വരും. അവൾക്ക് സ്പൈസസിന്റെ ഭയങ്കര ക്രേസ് ആണ്. എനിക്കും ഉണ്ട് കേട്ടോ. നമ്മുടെ കുടുംബത്തോടെ എല്ലാവർക്കും ഉണ്ട് ഈ ഒരു പ്രശ്നം. ഈ ശർക്കരയും തേങ്ങയും മിക്സ് ഇല്ലേ, അത് റെഡിയായി വരുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് വരും. ഞാൻ പറഞ്ഞിരിക്കാക്ക സക്സസ് ആയി തോന്നുന്നുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ടെന്ന്. അപ്പൊ എനിക്കാക്ക നോക്കിയിട്ട് പറഞ്ഞേ അട ആയിട്ടില്ലല്ലോ ഇപ്പൊ തന്നെ സക്സസ് ആയാന്ന്. ഈവനിങ് സ്നാക്സ് എന്നും പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയാണ്. ഇപ്പൊ രാത്രിയൊക്കെ ആവാനായിട്ടുണ്ട്. അവന് ബോറടിച്ച് അവൻ PS5 കുറെ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് അവനിങ്ങനെ ഇരുന്ന് ആച്ചുക്കളി കുറെ നേരമായി റെഡി ആയില്ല ഉമ്മി എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കണേരുന്നിട്ടാ. അവള് എന്റെയും ധരിക്കാനെയും കൂടെ തന്നെ ഉണ്ടായി. കാരണം വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ടൊക്കെ ധരിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുമ്പോ അച്ചുക്കളിയാണ് ബാക്കിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ നമ്മള് ശർക്കരന്റെ മിക്സ് ഒരു ഇത്തിരി ലൂസായി പോയി. അപ്പൊ അത് ഫാൻ്റെ അടിയിൽ വെച്ചാല് ഒന്ന് സെറ്റ് ആവും എന്ന് പറഞ്ഞപ്പോ അങ്ങനെ അതൊക്കെ മിക്സ് നോക്കാൻ വേണ്ടി അച്ചുക്കളീനെ ഏൽപ്പിച്ചാണ്. അച്ഛനൊരു കാര്യമുണ്ട്, ഇങ്ങനെ തോന്നി ഭയങ്കര ഷുഗർ പെയിൻസ് ആണ് അവൾക്ക്. പിന്നെ ഓൾമോസ്റ്റ് നമ്മളെല്ലാ കാര്യങ്ങളൊക്കെ സെറ്റായി. അങ്ങനെ വാഴലയൊക്കെ കഴുകി നീറ്റാക്കി അതൊക്കെ കൊണ്ടുപോയി വെച്ച് ഇവിടെ വന്നിരുന്നല്ലേ ഇരിക്കാം. ഏത് ടീമായിരിക്കും IPL? ചെന്നൈ. നമ്മ ധോണി. ആച്ചക്കളിയാ എല്ലാരും പേരാണ്. അന്നമോന പഞ്ചാബാ. ചെന്നൈയാ. ഞാൻ ചെന്നൈ ആയിരിക്കാം. ചെന്നൈക്ക് വിസിൽ പോട്. പിന്നെ വീഡിയോ എടുത്തരോ? കളി മാറ്റണ്ടാട്ടെ ബാക്കി അവിടെ നിന്ന് കണ്ടോളാം. കത്തി എന്ത് ചെയ്യാൻ അറിയോ? വാഴ കുറിക്കാനാട്ടോ. അയ്യോ ആച്ചിട്ട് മറ്റേത് കൊണ്ട് എടുക്കാൻ പറയാ. ആച്ചിട്ട് ഞാൻ അടിക്കാൻ. നമ്മൾ വീട്ടിൽ ഫുഡ് കാര്യങ്ങളാ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി മിക്കപ്പോഴും നമ്മൾ നോക്കാറുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത വിശേഷങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും കമന്റ്സ്, എല്ലാവർക്കും അറിയാൻ ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫ് എങ്ങനെയാണ് ഇങ്ങനെ ചേഞ്ച് ആയതെന്ന്. ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ. ഏതൊരു റിലേഷൻഷിപ്പിലും ഏറ്റവും വേണ്ട ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് സ്നേഹമാണ്. അതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരിക്കും. പിന്നെ അത് ഞാൻ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം, എങ്ങനെയാണ് അതിൽ നിന്ന് നമ്മൾ ക്രോസ് ചെയ്ത് ഈ ഒരു ലൈഫിലേക്ക് വന്നതെന്ന് ഇൻഷാ അല്ലാ. പിന്നെ വീട്ടിൽ മാക്സിമം എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരുമിച്ചിരുന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കാറുണ്ട്, മക്കളായിട്ടും ധരിക്കാനായിട്ടൊക്കെ. ഇപ്പം അറിയണ കാര്യമാണെങ്കിലും അറിയാത്ത കാര്യമാണെങ്കിലൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത്, ചില മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും മക്കൾ ചെയ്യുമ്പോഴാണെങ്കിലും ധരിക്കാൻ ചെയ്യുമ്പോഴാണെങ്കിലും. ഈ പറഞ്ഞ എനിക്കും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതൊക്കെ ഓവർകം ചെയ്ത് ചെറിയ ചെറിയ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഒക്കെ ശരിയാക്കും. ഏത് കാര്യമാണെങ്കിലും ഇല്ലേ, നമ്മൾ ഒരുമിച്ചിരുന്ന് ചെയ്തിട്ട് ആ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യൂലേ, അടിപൊളിയായിരിക്കും കേട്ടോ.
പണ്ട് ഉമ്മയും ഇതുപോലെ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇക്കാക്കന്മാരെ കൊണ്ട് പ്രസ് ചെയ്യിക്കും, ഒരാളിരുന്ന് പൊടി തട്ടിക്കൊടുക്കും, എന്നെ ഉമ്മ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. മിക്കപ്പോഴും ആ ഒരു സറൗണ്ടിങ്സിൽ എല്ലാം ഉമ്മ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ചെയ്യിച്ച് ശീലിപ്പിക്കുമായിരുന്നു. ഇഷ്ടമില്ലാത്ത പണി പാത്രം കഴുകൽ. അങ്ങനെ ആവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ എടുത്ത് വെച്ച് ആവിയേറ്റി കഴിയുമ്പോൾ നമ്മളെല്ലാം സെറ്റ് ആവുമല്ലോ. അട ഉണ്ടാക്കണ കാണിക്കാൻ എന്താ അറിയോ, എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഫസ്റ്റ് ടൈം തന്നെ പറഞ്ഞല്ല. പിന്നെ ഒരു കണക്കിനൊക്കെ ഇവിടം വരെയൊക്കെ എത്തിക്കിട്ടിയിട്ടുണ്ട്. അടന്റെ ഈ സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഇല കീറി കീറി തീർന്നു പോയി. ലാസ്റ്റ് വന്ന് ഒരു ഉണ്ട ബാക്കി വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് മിക്സൊക്കെ ഇട്ടിട്ട് ഉണ്ട പിടിച്ചാണ്ട്. പക്ഷെ ഒരു ആന ഉണ്ടായിപ്പോ ഒരു രസമില്ല, കാണാൻ വേണ്ടിയിട്ട് രസമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വെച്ച് അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞിട്ട് എന്നിട്ടാണ് ഞാൻ ഇതിപ്പോൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോണത്. വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു തോന്നുന്നുണ്ട്. അപ്പം ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഉണ്ട കാണാൻ വേണ്ടി രസമില്ല. അത് മാറ്റിയിട്ടൊരു വീഡിയോ എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ തിളച്ചിരിക്കണ്, കൈയൊക്കെ പൊള്ളിപ്പോയി. നമ്മൾ ഈ അട ഉണ്ടാക്കാൻ വേണ്ടി നിന്ന നേരം എല്ലാരും കണ്ടാളെ ഇല പറിക്കാനൊക്കെ പോയത്. ഇപ്പൊ പുറത്തേക്ക് പോകുമ്പോ കൂരാക്കൂരി ഇരുട്ടോലില്ലേ, പാതിരിയൊന്നും ആയിട്ടില്ല. പക്ഷെ ഇഷയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മഗ്‌രിബിന് മുമ്പാ ഉണ്ടാക്കാൻ വേണ്ടി നിന്നത്. ഒരു കണക്കിനൊക്കെ അങ്ങനെ സെറ്റായി. പക്ഷേ കഴിച്ചു നോക്കിയപ്പോ കൊള്ളാട്ടാ. തിളച്ചിരിക്കണോണ്ട് ഇങ്ങനെ വലിയ കടിയൊന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൂ. പക്ഷെ സംഭവം എന്തായാലും സെറ്റായിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ടായി. പിന്നെന്താ പറയാ, ഉള്ളിലെ മിക്സും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് വ്ളോഗ് തുടങ്ങിയ മുതൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇന്ന് ഈ അട ഉണ്ടാക്കുന്ന വിശേഷം പ്ലസ് നമ്മൾ ഈവനിങ് ഒരു കുട്ടി വിശേഷമൊക്കെ ആയിരിക്കുമെന്ന്. നമ്മളിപ്പോൾ എന്തായാലും റെഡി ആവണം, ഒരു മൂവി കാണാൻ വേണ്ടി പോണേ കേട്ടോ. ഇന്നിപ്പോൾ ഈ മൂവിക്ക് പോകാൻ വേണ്ടിയിട്ട് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയൊന്നും പറയുമ്പോൾ ആരും ഒന്നും വിചാരിക്കരുത്. കാരണം 2-3 ദിവസമായിട്ട്, ഇതിന് മുന്നത്തെ 2-3 ദിവസമായിട്ട് നമ്മൾ ഫുൾ ഓട്ടപ്പാച്ചിലായിരുന്നു. രാത്രി കുറേ ലേറ്റ് നൈറ്റ് ആയിട്ടൊക്കെ നമ്മൾ വന്നതും. ഇപ്പം ഈ മൂവി ബുക്ക് ചെയ്തേക്കണത് 10:30 മണിക്ക് തുടങ്ങിയിട്ട് എപ്പോഴായിരിക്കും തീരുന്നത്? 2 മണിയൊക്കെ ആവുമായിരിക്കും തീരുമ്പോൾ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ചെയ്തും പോയി രാവിലെ. ആവേശത്തിൻ്റെ പുറത്ത് തിരക്കാൻ ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞ്. പക്ഷെ സമയമായപ്പോൾ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. തിരക്കാൻ എന്നിട്ട് ഈ ടിക്കറ്റ് മറ്റേ ബ്ലാക്കിന് വിൽക്കണ പോലെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. പക്ഷെ ആരും ആ ടൈമിൽ ആരും ഇല്ല. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഒരു ഫീലിങ്സിൽ സിനിമക്ക് പോണത്. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് സിനിമക്ക് പോണേക്ക. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ ഒരു മൂഡൗട്ടൊക്കെ മാറി. നമ്മുടെ കൊച്ചിയാണെങ്കിൽ പാതിരയായാലും വെളുപ്പിനായാലും പകലായാലും ഒക്കെ ഒരേ വൈബാണ്. ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് പെരുന്നാരാവ് പോലെ ഇരിക്കണത്. പിന്നെ നമ്മൾ ഈ ഒബ്രോ മോളിലാണ് ട്ടോ വന്നത്. ഈ മോള് വലിയ തിരക്കും ബഹളമൊന്നും ഇല്ലാത്ത മോളാണ് ട്ടോ. പക്ഷെ നമ്മുടെ കൊച്ചിയിൽ ആദ്യമായിട്ട് വന്ന മോളായിരുന്നു. ഇറങ്ങിയപ്പോൾ വൻ ബഹളവും ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പം എല്ലായിടത്തും അടുപ്പിച്ച് വന്നോണ്ടായിരിക്കും വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ തന്നെ പാർക്കിംഗ് ഏരിയയിലൊക്കെ തന്നെ കണ്ടില്ലേ, നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷെ മേളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മക്കളെ മുഖവും എൻ്റെ മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞ്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഏറ്റവും വലിയ സന്തോഷം ഇതാണ്, നമ്മളെ സച്ചക്കുട്ടനാണ് കേട്ടോ. അവൻ്റെ മൂവി നെക്സ്റ്റ് മന്ത് റിലീസാണ്. അപ്പം ആ ഒരു സന്തോഷവും കൂടി ഉണ്ടായി. നമ്മൾ ഏത് മൂവിക്കാ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ലാലേട്ടൻ്റെ എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇനി വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോക്ക് ഇഷ്ടമായ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻ്റ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.